ഇന്ന് വെള്ളിയാഴ്ച. ദേവീപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രത്തോടെ ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. ഇത് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായി സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ആര്യ നാട്ടിൽ നിന്നും കടൽ കടന്നെത്തി പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ 64 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ തട്ടക വ്യാപ്തിയും അസാധാരണമത്രേ. കടൽ കടന്നെത്തിയോരാരിക്കരയമ്മേ ശ്രീ പാർവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോള രാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു. ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു. കാശിയിൽ കുടികൊള്ളും കൈവല്യദായിനി കാശിയിൽ കൂടി വിളിച്ചാൽ വിളികേൾക്കുന്ന ദേവതയാണ് പനംകുറിശി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു. നീ ചെറുകുന്നിലായി കാശിയിൽ കുടികൊള്ളും കൈവല്യദായിനി. ഒരിക്കൽ സാമൂതിരിയുടെ 2ാം സ്ഥാനികനായ ഏറാൾപ്പാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി. ഈ സമയത്ത് ക്ഷേത്രം ഊരാളരിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു. അതിന്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വിളികേൾക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി നൽകൂ. നീ വരദായിനി അമ്മേ വരദായിനി. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനംകുറിശിയിൽ തങ്ങി. ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു. ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഇനിയൊരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു. രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും ചന്ദനമണിയുവാനായി ചന്ദനക്കണ്ടവും ഉടുക്കുവാനായി ഉറുമാലിക്കണ്ടവും വിറകിനായി കാഞ്ഞിരക്കണ്ടവും പണ്ടങ്ങൾ കെട്ടാനായി പുലീലക്കണ്ടവും നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു. ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സംഭവത്തോടെ ദേവിയുടെ പടിഞ്ഞാറോട്ടുള്ള വാതിൽ അടഞ്ഞുവെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം അർഘ്യപാദ്യം അമ്മേ അർഘ്യപാദ്യം. കരകവിഞ്ഞൊഴുകുന്ന കണ്ണീര് കൊണ്ടു. ചോള രാജ്യത്തു നിന്നും മൂത്താൻ സമുദായക്കാരായ 7 കുടുംബക്കാരാണ് ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം. അവരുടെ പിൻതലമുറക്കാരായ അമ്പലത്ത്, മുസലിയാത്ത്, പൊത്തിരത്ത്, കരിപ്പുമാൻ, ചീരം കണ്ടത്ത്, ആയിച്ചത്ത്, ഏറാട്ടുകൂത്തൻ എന്നീ വീട്ടുകാരായ ഗുപ്തന്മാരാണ് ഇന്ന് ക്ഷേത്രമൂരാളന്മാർ. ദീർഘചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തരാഭിമുഖമായ ചാമുണ്ടിയാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ഡി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ്. പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ഡിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വൈരയ്ക്കകത്തുകൂടിയേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ്
ഇവിടെ പൂർണ്ണദർശനം അസാധ്യമായിട്ടുള്ളത്. കരയമ്മേ കാരിക്കരയമ്മേ ശ്രീ പാർവതി. നിത്യേന 3 പൂജയാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നു വരുന്നത്. തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. അനുഗ്രഹിക്കാൻ മലനാട്ടിലേക്ക് വന്ന ചാന്താട്ടം, കളംപാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ആരംഭിക്കുന്ന കളംപാട്ട് പനംകുറിശി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷാലുള്ള വഴിപാടാണ്. മീനമാസത്തിലെ 1-ാം ചൊവ്വാഴ്ച വരെ തുടരുന്ന കളംപാട്ടിന് കരിപ്പൊടി, അരിപ്പൊടി, പച്ചിലപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ ജൈവ നിറക്കൂട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കരയമ്മേ ശ്രീ പാർവതി, ശ്രീ പാർവതി ദേവി, ശ്രീ പാർവതി. 8 കൈകളോടെയുള്ള ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് കളംപാട്ടിന് തുടക്കം കുറിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി പൂജ നടത്തുകയും ചെയ്യുന്നു. ഈ തട്ടകത്തിനകത്തുള്ള ക്ഷേത്രങ്ങളിലോ ബ്രാഹ്മണാലയങ്ങളിലോ കളംപാട്ട് നടത്തുകയാണെങ്കിൽ അത് പനംകുറിശി അമ്മയ്ക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്നത്രേ വ്യവസ്ഥ. അങ്ങനെയാണ് കാറൽ മണ്ണയ്ക്കടുത്ത് തൂതപ്പുഴയിൽ കാളി നടന്ന കടവ് കാളിക്കടവ് എന്ന പേര് സിദ്ധിച്ചതെന്നും കാറൽ മണ്ണയെ തന്റെ തട്ടകത്തിൽ നിലനിർത്തിയതെന്നുമാണ് ഐതിഹ്യം. പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്തു വരുന്ന ശിവശൈലേശ്വര ക്ഷേത്രം പനംകുറിശി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസം. ഇപ്പോൾ പനംകുറിശി ക്ഷേത്രത്തിന്റെ കീഴേടമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. ശിവശൈലേശ്വര ക്ഷേത്രത്തിന് സമീപത്തായി വിശാലമായ സ്ഥലത്ത് നിരവധി സർപ്പക്കാവുകളും നിലനിന്നു വരുന്നു. ഇന്ന് വിവിധ കുടുംബക്കാരുടെ നിയന്ത്രണത്തിലാണ് ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സർപ്പക്കാവുകൾ. 8 ദേശങ്ങളുടെ അധിപതിയായ പനംകുറിശിക്കാവിലമ്മയുടെ തിരുമുൻപിൽ എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന 2 ചൊവ്വാഴ്ചകളിൽ ചൊവ്വായ എന്ന ആഘോഷം കൊണ്ടാടപ്പെടുന്നു. ദേവീ പ്രീതിക്കായി ഭക്തർ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് പായസം സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങത്രേ ചൊവ്വായ ആഘോഷം. മുഖ്യദേവതയായ ഭഗവതിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിൽ വടക്ക് കിഴക്ക് മൂലയിലായി നാഗങ്ങളും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് ബലിക്കൽപുരയുടെ കിഴക്കേ ഓരം ചേർന്ന് ക്ഷേത്രപാലകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ അയ്യപ്പനും ഉപദേവന്മാരായി ഇവിടെ കുടികൊള്ളുന്നു. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ നടത്തിവരുന്ന പൂരം പുറപ്പാടാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം. ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാദി ചടങ്ങുകളോടെ പുറപ്പാടും 3-ാം പൂരം രാത്രി കൊടിയേറ്റത്തോടെ ധ്വജാതി മുറിയിലുമായി താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നു. മീനമാസത്തിലെ മകയിരം വാരപക്ഷത്തിൽ പുറപ്പാടും 7-ാം നാൾ പൂരവും കൊണ്ടാടപ്പെടുന്നു. ദിവസേന ഒരു നേരം ക്ഷേത്രകുളത്തിൽ ആറാട്ടും 8-ാം ദിവസം പുഴയിലുമാണ് ആറാട്ടം. തോണിക്കൊരു തുഴയാകേണമേ. പനംകുറിശി അമ്മയുടെ പുഴയ്ക്കാറാട്ട് പൂരത്തിന്റെ സമാപന ദിവസമായ 8-ാം ദിവസം രാത്രിയിലും പനംകുറിശി ഭഗവതിയുടെ സഹോദരിയായ മാങ്കോട്ടമ്മയുടേത് പൂരത്തിന്റെ സമാപനത്തിന് തലേന്ന് രാത്രിയുമാണ്. രണ്ടും തൂതപ്പുഴയിൽ മേലെയും താഴെയും കടവുകളിലാണ് നടക്കുക. ആ ദിവസം പനംകുറിശി ഭഗവതിയും സഹോദരിയായ മാങ്ങോട് ഭഗവതിയും അന്യോന്യം വിളക്ക് കണ്ട് പിരിയുന്നു എന്നാണ് സങ്കല്പം. പുഴയ്ക്കൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ദേവി 21 പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് കയറി 25 കലശമടി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടെ പൂരത്തിന് സമാപ്തിയാകുന്നു. ആദ്യകാലത്ത് തുടങ്ങിവെച്ച വേലകളാണ് ഓരോന്നും ഇന്ന് ഓരോ പൂരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കിഴക്കൻ പൂരത്തിന് ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്പുലിക്കൽ ക്ഷേത്രം, കുറ്റാനശ്ശേരി, ശ്രീകൃഷ്ണപുരം, മണ്ണാറത്തറ, മാമ്പ്ര, ആറാട്ടുകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ അണിനിരക്കുമ്പോൾ തെക്ക് രാമൻ തൃക്കോവിൽ ക്ഷേത്രം, പാലക്കട അയ്യപ്പൻ പാറ, എടമന ഭാഗം എന്നിവിടങ്ങളിലെയും ആലിക്കൽ തുടങ്ങിയവയും ചേർന്ന തെക്കൻ പൂരവും വടക്കൻ പൂരവും പടിഞ്ഞാറൻ പൂരവും എല്ലാം കൂടി ക്ഷേത്ര സന്നിധിയിലെത്തി
ദർശനത്തിനു ശേഷം പൂരപ്പറമ്പിൽ സംഗമിക്കുന്നു. ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി പൂരങ്ങളുടെ സംഗമം വീക്ഷിച്ച് ദേവി നീങ്ങുന്നതോടെ ദേശപൂരങ്ങൾ പിരിഞ്ഞു പോകുന്നു. ശക്തിസ്വരൂപിണി പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു. പൂരം പുറപ്പാട് മുതൽ 7 ദിവസം നടത്തിവരുന്ന തോൽപ്പാവ കൂത്താണ് അതിൽ പ്രധാനം. 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത്. ചൈതന്യദായിനി നിൻ പദം തേടി വന്നേ. രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞു വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്തു നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്തു പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്തു വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു. പണിക്കരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി തായമ്പക കൊട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്തു കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം.